elementary profile of a gravity dam. If the gravity dam is subjected to only water pressure, uplift pressure and self-weight, then the stability criteria can be classified by a right triangle with zero width at the water surface in the reservoir and a base width B at the bottom where water pressure is maximum. അപ്പോൾ എലിമെന്ററി പ്രൊഫൈൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി ഡാമിൽ വരുന്ന ആകെ വരുന്ന ഫോഴ്സസ് വാട്ടർ പ്രഷറും അപ്ലിഫ്റ്റ് പ്രഷറും സെൽഫ് വെയിറ്റും ആണെങ്കിൽ ഇഫ് സപ്പോസ് ഗ്രാവിറ്റി ഡാമിൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് വാട്ടർ പ്രഷറും അപ്ലിഫ്റ്റ് പ്രഷറും സെൽഫ് വെയിറ്റും മാത്രമാണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആവശ്യമേ ഉള്ളൂ. If gravity dam is subjected to only water pressure, uplift pressure and self-weight. Gravity dam act ചെയ്യുന്ന forces എന്ന് പറയുന്നത് water pressure, uplift pressure and self-weight. അത് മാത്രമേ ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വെച്ച് ക്ലാസിഫൈ ചെയ്യാം. ഇനി ആ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ is such that it is having zero width at the water surface in reservoir. റിസർവോയറിലെ വാട്ടർ സർഫസിന്റെ അവിടെ സീറോ വിഡ്ത്തും പിന്നെ ബേസ് വിഡ്ത്ത് ക്യാപിറ്റൽ ബി ആയിരിക്കും വേർ വാട്ടർ പ്രഷർ ഇസ് മാക്സിമം. സോ എലിമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ when gravity dam is subjected to only self-weight, water pressure and uplift. ഈ മൂന്ന് ഫോഴ്സസ് മാത്രമാണ് ഗ്രാവിറ്റി ഡാമിൽ വരുന്നതുണ്ടെങ്കിൽ stability criteria classified by a right triangle. ഈ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? വിത്ത് സീറോ width at water surface in reservoir. റിസർവോയറിലെ വാട്ടർ സർഫസ് വരുന്നിടത്ത് സീറോ വിഡ്ത്തും ആൻഡ് base width B where water pressure is maximum. അപ്പോൾ ഈ എലിമെന്ററി പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഗ്രാവിറ്റി ഡാമിൽ ആകെ മൂന്ന് ഫോഴ്സസേ ഉള്ളെങ്കിൽ ഏതൊക്കെ മൂന്ന് ഫോഴ്സ് ആണ്? സെൽഫ് വെയിറ്റ്, അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് വാട്ടർ പ്രഷർ. സെൽഫ് വെയിറ്റ്, അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് വാട്ടർ പ്രഷർ. ഈ മൂന്ന് ഫോഴ്സ് മാത്രമേ ഗ്രാവിറ്റി ഡാമിൽ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമുക്ക് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്യാം. ഈ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെയാണ്? റിസർവോയറിലെ വാട്ടർ സർഫസിന്റെ അവിടെ, അതായത് ഇതിന്റെ ടോപ്പ് സീറോ വിത്ത് വാട്ടർ സർഫസ് ഇൻ ദ reservoir and a base width capital B where water pressure is maximum. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ it provides maximum possible stabilizing force against overturning. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് it provides maximum possible stability against overturning. ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ
സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ it provides maximum possible stability against overturning without causing tension at any point on the base for reservoir empty condition. Without causing tension at any point on the base for reservoir empty condition. For reservoir empty condition. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു റിസർവോയർ എംപ്റ്റി കണ്ടീഷനിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഈ റൈറ്റ് ആംഗിൾ സെക്ഷൻ, അതായത് നമ്മൾ എടുക്കുന്ന ഈ എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾഡ് സെക്ഷൻ മാക്സിമം പോസിബിൾ സ്റ്റെബിലിറ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓവർ ടേണിംഗിന് അഗൈൻസ്റ്റ് ആയിട്ട് മാക്സിമം സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. That too without causing tension at any point on the base for reservoir empty condition. അപ്പോൾ ഈ സെക്ഷൻ, അതായത് ഈ റൈറ്റ് എലമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ സെക്ഷൻ മാക്സിമം പോസിബിൾ സ്റ്റെബിലിറ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിംഗ് തരും. അതായത് റിസർവോയർ എംപ്റ്റി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ബേസിലെ ഒരു പോയിന്റ് പോലും ടെൻഷൻ വരാത്ത വിധത്തിൽ മാക്സിമം പോസിബിൾ സ്റ്റെബിലിറ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിംഗ് ആണ് എലമെന്ററി പ്രൊഫൈല് പ്രൊവൈഡ് ചെയ്യുന്നത്. So right triangular section of dam is known as elementary profile of a gravity dam. So ഈ പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കുലർ സെക്ഷൻ അതാണ് എലമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം. അപ്പൊ എലമെന്ററി പ്രൊഫൈൽ ഓഫ് എ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് it is when dam is subjected to only self weight water pressure and uplift pressure, then we can classify the stability criteria by a right triangle with zero width at the water surface in reservoir and a base width B where water pressure is maximum. And this profile provides, or this section provides maximum stabilizing forces against overturning, or maximum possible stability against overturning without causing tension at any point on the base for reservoir empty condition. Reservoir empty conditionil ബേസിൽ ഒരു പോയിന്റിലും ടെൻഷൻ വരില്ല. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾഡ് പ്രൊഫൈൽ, ഈ റൈറ്റ് ആംഗിൾഡ് സെക്ഷനെയാണ് എലമെന്ററി പ്രൊഫൈൽ എന്ന് വിളിക്കുന്നത്. Now when reservoir is full, റിസർവോയർ എംപ്റ്റി കണ്ടീഷനിൽ ബേസിലെങ്ങും ടെൻഷൻ വരില്ല എന്ന് പറഞ്ഞു. then when reservoir is full, reservoir full ആയിരിക്കുമ്പോൾ base width is governed by base width is governed by reservoir full ആയിട്ട് ഇരിക്കുമ്പോൾ base widthനെ govern ചെയ്യുന്ന എന്താണ്? Resultant of all the forces passes through outer middle third. Resultant of all forces pass through outer middle എല്ലാം, അതായത് റിസർവോയർ ഫുൾ ആയിരിക്കുമ്പോൾ ബേസ് വിത്തിനെ ഗവേൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സസ് വിൽ പാസ് ത്രൂ ഔട്ടർ മിഡിൽ തേർഡ്. കണ്ടില്ലേ, ഔട്ടർ മിഡിൽ തേർഡിലൂടെയാണ് റിസൾട്ടന്റ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ സെക്കൻഡ് പോയിന്റ് ഇസ് ദ ഡാം ഇസ് സേഫ് ഇൻ സ്ലൈഡിംഗ്. Dam is safe in sliding. Dam sliding ൽ സേഫ് ആയിരിക്കും. അപ്പോൾ റിസർവോയർ ഫുൾ ആയിരിക്കുമ്പോൾ ബേസ് വിത്തിനെ ഗവേൺ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ്, അതായത് സെൽഫ് വെയ്റ്റ് W, അപ്ലിഫ്റ്റ് U ആൻഡ് വാട്ടർ പ്രഷർ P. ഈ മൂന്ന് ഫോഴ്സിന്റെയും സെൽഫ് വെയ്റ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഔട്ടർ മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്യും. ദാറ്റ് ഇസ് ലോവർ മിഡിൽ തേർഡ് പോയിന്റ്.
ഔട്ടർ മിഡിൽ തേർഡ് അല്ലെങ്കിൽ ലോവർ മിഡിൽ തേർഡ് പോയിന്റിലൂടെ ആയിരിക്കും റിസൾട്ടന്റ് പാസ് ചെയ്യുക. ആൻഡ് ദ ഡാം വിൽ ബി സേഫ് ഇൻ സ്ലൈഡിംഗ്. ദ ഡാം വിൽ ബി safe in sliding. റിസർവോയർ ഫുള്ളായിരിക്കുമ്പോൾ ബേസ് എത്തിനെ ഗവൺ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന്, ഡാം ഇസ് സേഫ് ഇൻ സ്ലൈഡിംഗ് ആൻഡ് ഓൾസോ റിസൾട്ടന്റ് വിൽ പാസ് ത്രൂ ദി ഔട്ടർ മിഡിൽ തേർഡ് ഓർ ലോവർ മിഡിൽ തേർഡ് പോയിന്റ്. അപ്പൊ നമുക്ക് മൊമെന്റ് എടുക്കാം. Taking moment about lower middle third, taking moment of all forces about lower middle third. Lower middle third about ആയിട്ട് നമുക്ക് എല്ലാ ഫോഴ്സിന്റെയും മൊമെന്റ് എടുക്കാം. അപ്പോൾ ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ, അപ്പൊ ടെൻഷൻ ഇല്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെ വരും? ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത് മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ്, ദാറ്റ് ഈസ് പി, ഡബ്ല്യു ആൻഡ് യു. വാട്ടർ പ്രഷർ, സെൽഫ് വെയിറ്റ് ആൻഡ് അപ്ലിഫ്റ്റ് അബൌട്ട് ലോവർ മിഡിൽ തേർഡ്. ലോവർ മിഡിൽ തേർഡിൽ വരുന്ന മൊമെന്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ്, അതിനകത്ത് ഫോർ നോ ടെൻഷൻ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ W will be acting at a distance of b by 3 from lower middle third. So W into b by 3 anti-clockwise moment. Then uplift pressure b by 3 ലാണ്, upward direction ആൻഡ് point M2 ൽ മൊമെന്റ് വരുമ്പോൾ എന്തായിരിക്കും? ക്ലോക്ക്വൈസ് ആയിരിക്കും. മൈനസ് u into b by 3. ഇനി ഇവിടെ ഒരു P ഉണ്ട്, വാട്ടർ പ്രഷർ which is acting at a distance h by 3. Moment again clockwise, minus P into h by 3 should be equal to R into 0. No tension condition and R into 0. Resultant R into 0. അങ്ങനെയെങ്കിൽ എന്ത് വരും? W minus U into B by 3 is equal to P into H by 3. Or W minus U into B is equal to P into H. W is the self weight, U is the uplift pressure and P is the water pressure. ഇനി W എന്താണ്? W is equal to half into D into H into 1 into SC into gamma W. ഇതാണ് സെൽഫ് വെയിറ്റ്. ഹാഫ് BH gamma W into SC. ഇവിടെ gamma W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് SC. Now uplift at heel. Uplift at heel will be equal to C into gamma W into H, where C is a constant. According to USBR recommendation, it is taken equal to 1 in calculation and 0 when no uplift is considered. അപ്പോൾ ഈ uplift at heel എന്ന് പറയുന്നത് C gamma W H എന്നാണ്. ഇതില് uplift എടുക്കാത്ത സമയത്ത് C യുടെ വാല്യൂ 0യും പിന്നെ കാൽക്കുലേഷന് വേണ്ടി C യുടെ വാല്യൂ 1 ആയിട്ട് എടുക്കും. അതാണ് USBR recommendation എന്ന് പറയുന്നത്. അപ്പോൾ U എത്ര വരും? U will be half into C gamma W U will be equal to half into C gamma W into H into B. U will be equal to, heel വരുന്ന uplift ആണ് C gamma W H, where C is a constant. അപ്പോൾ total uplift എടുക്കുമ്പോൾ U is equal to half into C gamma W H into B. Water pressure P will be half into
gamma WH into H. Water pressure P will be half into gamma WH into H. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഇക്വേഷൻ ഇനി എങ്ങനെ വരും? half into V into H into SC into gamma W minus half into C gamma W HB the whole into B is equal to half gamma W H square into H. Half gamma W H square into H. അപ്പോൾ ഇതിൽ നിന്ന് B വാല്യൂ എത്ര കിട്ടും? This implies B square into SC minus C is equal to H square, or B is equal to H by root of SC minus C. So ഇതാണ് B യുടെ വാല്യൂ. B will be H by root of SC minus C. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ മൂന്ന് ഫോഴ്സിന്റെയും മൊമെന്റ് അബവ് മിഡിൽ തേർഡ് എടുക്കുന്നു, എന്നിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് ബേസ് വിട്ട് H by root of SC minus C എന്ന് കിട്ടും. അപ്പോൾ when B value is greater than or equal to H by root of SC, no tension will be developed. If B greater than or equal to H by root of SC minus C, no tension. No tension condition എന്ന് പറയുന്നത് base width should be greater than or equal to H by root of SC minus C. C 1 ആകുമ്പോൾ എത്ര വരും? B will be equal to H by root of SC minus 1. Uplift ഇല്ലെങ്കിൽ B will be equal to H by root of SC. For no tension condition ആണ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തത്. For no tension condition we have taken moment of all forces about lower middle third. Now next is for no sliding condition. For no sliding condition, frictional resistance should be equal to or more than horizontal forces. Frictional resistance should be greater than or equal to horizontal forces. അതായത് mu into W minus T, അതാണ് frictional resistance, should be greater than or equal to P. അതായത് എങ്ങനെ എഴുതാം? mu into half BHSC into gamma W minus half C gamma W HB should be greater than or equal to gamma W H square by 2. Or we can simplify it as mu into SC minus C into B should be greater than or equal to H. This implies B should be greater than or equal to H by mu into SC minus C. B should be greater than or equal to mu by SC minus C. അപ്പോൾ ലിമിറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിലോ നമ്മൾ പറഞ്ഞത് for no sliding B should be greater than or equal to H by mu into SC minus C. അപ്പോൾ ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ B is equal to H by mu into SC minus C.
അപ്പോൾ ഫസ്റ്റ് നോ ടെൻഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പറഞ്ഞത് നോ സ്ലൈഡിങ്. നോ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ദാറ്റ് ഈസ് mu into total vertical forces should be greater than or equal to P. ഇനി ഇതിലെ നേരത്തെ പറഞ്ഞ പോലെ C1 ആകുമ്പോൾ B will be H by mu into SC minus 1. അപ്ലിഫ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ B should be greater than or equal to H by mu into SC. ഇപ്പോൾ രണ്ട് കണ്ടീഷനിലും ചെയ്തു. ഒന്ന് നോ ടെൻഷൻ കണ്ടീഷനും പിന്നെ ഫോർ നോ സ്ലൈഡിംഗ് condition. For no tension condition ആയിരുന്നപ്പോഴായിരുന്നു B is equal to H by root of SC minus C. Now no sliding condition ആകുമ്പോൾ B should be equal to H by mu into SC minus C. H by mu into SC minus C. Now vertical stress distribution എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? Vertical stress distribution അതാണ് P max or mean. P max or mean which is given by sigma V by B into 1 plus or minus 6C by B. Vertical stress distribution given by P max or P is equal to sigma V by B 1 plus or minus 6C by B. ഇനി E is equal to B by 6 ആവുമ്പോൾ എത്ര വരും? E is equal to B by 6 ആവുമ്പോൾ P max or min ന്റെ വാല്യൂ എത്ര വരെ വരുന്നു? സിഗ്മ V by B into 1 plus or minus 1 എന്ന് വരും. ഈ B by 6 ആകുമ്പോൾ ഈ ടേം 6C by B എന്നുള്ള ടേം 1 ആവും. അപ്പോൾ P max or min എന്ന് പറയുന്നത് സിഗ്മ V by B into 1 plus or minus 1. അങ്ങനെയെങ്കിൽ P tau will be equal to sigma V by B into 1 plus 1. That is 2 sigma V by B. 2 sigma V by B, that is gamma WH into SC minus C. Gamma WH into SC minus C. ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എസ് സി മൈനസ് ഈ സിഗ്മ വി എന്ന് പറയുന്നത് ഡബ്ല്യു മൈനസ് യു ആണ്. അതിന്റെ 2 ടൈംസ് എടുക്കുമ്പോൾ അതിന്റെ 2 ടൈംസും എടുത്ത് ഡിവൈഡ് ബൈ ബി ചെയ്യുമ്പോൾ ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എസ് സി മൈനസ് സി എന്ന് കിട്ടും. അത് പി ടോ, കാരണം പി മാക്സിമം അറ്റ് ടോ. പി ഹീൽ വിൽ ബി സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 മൈനസ് 1 ദാറ്റ് ഇസ് 0. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ P മാക്സ് ഓർ മിൻ എന്ന് പറയുന്നത് സിഗ്മ V by B into 1 plus or minus 6C by B. അതിൽ ഈ B by 6 എന്ന് എടുക്കുമ്പോൾ P വാല്യൂ എത്ര വരും? ടോയിൽ മാക്സിമവും ഹീലിന് മിനിമം ആയിരിക്കും. ഈ B by 6 ആകുമ്പോൾ ഈ 6C by B എന്നുള്ള ടേം 1 ആവും. അപ്പോൾ P ടോ എന്ന് പറയുന്നത് 2 sigma V by B എന്ന് വരും. ദാറ്റ് ഈസ് ഗാമ H into SC minus C. And P he will be equal to 0. P here will be equal to 0. The principal stress near toe, which is maximum, principal stress near the toe sigma, which is the maximum. Normal stress in the dam is given by normal stress in the dam is given by
normal stress or principal stress, അതിന്റെ value sigma is equal to PV sec square alpha minus P dash tan square alpha. ഇനി tail water ഇല്ലെങ്കിലോ, no tail water ആകുമ്പോൾ P dash എത്രയായിരിക്കും? no tail water ആണെങ്കിൽ P dash equal to 0. അപ്പോൾ sigma value എത്ര വരും? PV into sec square alpha എന്ന് വരും. അപ്പോൾ sigma at tau എത്ര വരും? sigma at tau will be equal to, അതായത് with reservoir in element, with full reservoir in elementary profile, with full reservoir in elementary profile, sigma tau will be equal to gamma WH into SC minus C. Gamma WH into SC minus C into sec square alpha. അതായത് elementary profileും full reservoir condition. Full reservoir. elementary profile full reservoir condition sigma tau എടുക്കുമ്പോൾ gamma WH into SC minus C into sec square alpha, that is gamma WH into SC minus C into 1 plus tan square alpha. We know sec square alpha minus tan square alpha equal to 1. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? gamma WH into SC minus C into 1 plus B square by H square എന്ന് എഴുതാം. tan alpha can be written as B by H. But we know B is equal to H by root of SC minus C. We know B is equal to H by root of SC minus C. So sigma എത്ര വരും? Sigma will be equal to gamma WH into SC minus C into 1 plus 1 by SC minus C. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ sigma will be equal to gamma WH into SC minus C plus 1 എന്ന് വരും. Principal stress or normal stress is given by sigma tau is given by sigma is equal to gamma WH into SC minus C plus 1. ഇതില് C1 ഉം SC 2.4 ആണെങ്കിൽ we will get sigma is equal to gamma W into H. അത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. SC value 2.4 ഉം C value 1 ആകുമ്പോൾ sigma will be equal to 1.71 gamma W into H. Shear stress is given by tau 0 is equal to PV by P dash into tan alpha, that is shear stress tau 0 at a horizontal plane near the toe. Now if tail water is 0, P dash becomes 0, so tau 0 is equal to PV into tan alpha. We know PV is equal to gamma WH into SC minus C. So when you simplify, we will get tau 0 is equal to gamma WH into root of SC minus C. Normal stress sigma is gamma WH into SC minus C plus 1, and tau 0, that is shear stress, is equal to gamma WH into root of SC minus C.